നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ ഇതേ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചേർക്കണം. മസാല ചേർത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാനാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ നാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ നീരെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാല മിക്സ് ചെയ്തിട്ട് അതിൽ നമ്മൾ ചിക്കൻ പീസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. തലേ ദിവസം തന്നെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ച് ഇതുപോലെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതിൽ നന്നായിട്ട് തന്നെ ചിക്കനിൽ നന്നായിട്ട് തന്നെ മസാല പിടിച്ച് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്താലും മതി. അതല്ലെങ്കിൽ നമ്മൾ ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി വേണ്ടത് കുറച്ച് സവാള നല്ല കനം കുറഞ്ഞൊന്ന് അരിഞ്ഞെടുക്കുക. അതിന് ശേഷം ഞാൻ ഓയിലിൽ കുറച്ച് സവാള എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ബിരിയാണിയുടെ മുകളിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അപ്പോൾ ഇത് കോരി എടുത്തതിന് ശേഷം ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഒന്ന് മാറ്റുകയാണ്. ഇത് കഴിയുമ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള സവാളയും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഇതിൻ്റെ ഒപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി അടിച്ച ഒരു പേസ്റ്റ് കൂടി ഈ സവാളയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ സമയത്ത് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ഈ മസാല ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സവാള അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ എന്തോരം അരി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇരട്ടി വെള്ളം, അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് ഉപ്പും എല്ലാ മസാലകളും ഇട്ടിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് അരിയൊക്കെ വെന്തതിന് ശേഷം നമുക്ക് വെന്ത അരിയിൽ നിന്ന് കുറച്ച് പകുതി നമുക്കൊന്നെടുത്ത് മാറ്റിയിട്ട് വേണം നമ്മുടെ മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്ത ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മസാലയും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ കുറച്ച് തൈരും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാല ചിക്കനിലെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിൽ തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിന് ശേഷം നമ്മുടെ ആ കറി ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കി ചോറ് അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ സവാളയും അതുപോലെ കുറച്ച് മല്ലിയില പുതിനയിലൊക്കെ ഉണ്ടായിരുന്നു അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി.